ഇന്ന് ഫുൾ നമ്മളിന്ന് ഫുൾ വൈറ്റ് ഡ്രസ് ഇട്ടിരിക്കണേ അല്ലേ? നമ്മളെ ഒരു മൾട്ടി ബില്യണേഴ്സിന്റെ ലൈഫ് നമ്മള് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോവുകയാണ്. അത് പാടാടുന്നു മൾട്ടി ബില്യണറാ. ദിസ് ഇസ് ചലഞ്ച്, ദിസ് ഇസ് അനദർ ചലഞ്ച്. യെസ്, ഇത് ഒരു 24 hours ചലഞ്ച് തന്നെയാണ്. ഇറ്റ്സ് കോൾഡ് വൈറ്റ് ഡ്രസ് 24 hours ചലഞ്ച്. ഈ ഡ്രസ്സ് നമ്മൾ ഒരു ദിവസം ഫുള്ള് ഇടും, എന്നിട്ട് നമ്മൾ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യും. രാവിലെ ഫുഡ് കഴിക്കുക, പാർക്കിൽ പോകണോ, തലകുത്തിറങ്ങണോ, എന്തും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അതായത് അവസാനം ഏറ്റവും കുറവ് അഴുക്കുള്ള ജയിക്കും. അപ്പൊ ഞാൻ തന്നെ ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ലോകത്ത് വരെ കാണാൻ ഞാൻ കാണാം. The time starts now. Guys, അങ്ങനെ നമ്മുടെ വൈറ്റ് ഡ്രസ് 24 hours ചലഞ്ച് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് വിത്ത് ഫുഡ്. രാവിലത്തെ മെയിൻ സംഭവമുള്ള ഫുഡ്, എന്നാലും നമുക്ക് അടുത്ത കാര്യത്തിനൊക്കെ എനർജി ഉണ്ടാവുള്ളൂ. അത് പറയുമ്പോ അവന്റെ ഒരു എനർജി ഉണ്ടല്ലോ തീറ്റപ്പുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫുഡ് വരും. പാറിന് ഇഷ്ടമുള്ള നൂഡിൽസ് ഉണ്ട്, ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്. എനിക്ക് പെപ്സി രഹസ്യം ഓഫ് ദ സ്കിൻ ആൻഡ് ദ കളർ. പൊറോട്ട വേണ്ടേ? നമ്മൾ നോർമൽ ഡേ അല്ല, വൈറ്റ് ഡ്രസ് ചലഞ്ച് ആണെന്ന്. അപ്പൊ കഴിക്കുമ്പോ ശ്രദ്ധിച്ച് കഴിച്ച അവസാനം ജയിക്കാം. ഞാൻ വളരെ എലഗന്റ് ആയിട്ട് കഴിക്കാറുണ്ട്. ഇളകി കഴിക്കാറുള്ളൂ. ചിക്കൻ കറി വേണം, പറയുള്ളൂ. വേണ്ട, നീ ഒഴിക്കണ്ട, ഞാൻ ഒഴിച്ചോളാം. വിശ്വാസമില്ല. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ അത് ഫെയർ അല്ല. അങ്ങനെ ചെയ്യരുത്. നീ ഞങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നാ മതി. നിനക്ക് നല്ല ഇത് ഗൈസ്, മെൻഡോസ് എടുത്ത് കുറച്ച് ഞാൻ പെപ്സിയിലിട്ടു. ഞാൻ ചുമ്മാ പറഞ്ഞാണ് പെപ്സി ഇതിന് വേണ്ടിട്ട് എടുത്തത്. അയ്യോ സോറി, എന്റെ രുചി അറിയാ. ഒന്ന് എണീച്ച് കാണിച്ചു കൊടുത്തേ. അത് ഞാൻ ക്ഷമിക്കും. വന്ന് ഫസ്റ്റ് തന്നെ ഫുൾ വൈറ്റ് ഡ്രസ് ചലഞ്ച്. ക്യാഷുവിന്റെ കാര്യം ഞാൻ നിന്നെ മനപ്പൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇവനെ ക്യാഷുവിന്റെ ടാർഗറ്റ്. ഇനി നമ്മുടെ ചേട്ടന്റെ കാര്യം നീ എണ്ണി വെച്ചോ. നീ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇതിന്റെ അടിയിൽ 4 മെൻഡോസ് ഇട്ട് തന്നേ ഉള്ളൂ, ഞാൻ എടുത്ത് ഒഴിച്ചില്ല. കഴിക്കടാ, നല്ല ടേസ്റ്റ് ഇല്ല. വിശപ്പ് പോയാ? എന്താണത്? എടാ നീ ഇനി പൊക്കോ, നീ ഇന്നത്തെ ചലഞ്ച് ഇനി എങ്ങനെ ജയിക്കാനാ? ഇത് കൂടുതലൊന്നും എന്റെ ആവും തോന്നുന്നില്ല. ഇതെന്താണത്? മനഃപൂർവ്വം എടുത്ത് ഒഴിക്കരുത് കേട്ടാ. ഇതെന്റെ ബുദ്ധി. മെൻഡോസ്, ഈ മെൻഡോസ് മിക്സ് ചെയ്ത് പെപ്സി കഴിച്ചാൽ മരിച്ചു പോകുന്നാണല്ലോ പറയണ. ബ്രോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ, കുടിക്കാനല്ലേ? വൃത്തിയായിട്ടവര്. ശരി, എന്റെ പൊറോട്ട കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ നൂഡിൽസ് വെച്ചാലോ? നൂഡിൽസ് ഇതടാ, ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞല്ലേ, മനപ്പൂർവ്വം ഒന്നും ഇടില്ല. നമ്മളെല്ലാ കഴിയുന്നുണ്ട് സുഖം കിട്ടില്ല. ആ കൈ വിട്ടില്ല, ഞാൻ വാരി തന്നെയാണ്. കൈ കയറി കടിച്ചു. കുഴപ്പമില്ല, അത് എത്ര ഉള്ളൂ കാണിച്ചോളൂ. അതില്ലേ അടുത്ത് വരരുത്. ഞാൻ ഇങ്ങനെ തൊട്ട് കാണിക്കാൻ, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ തേച്ചാ.
പോടാ ഇറങ്ങി പോടാ മതി മതി ശരി കിട്ടി. ഓക്കെ അപ്പൊ അങ്ങോട്ടായി ഇങ്ങോട്ടായി. പക്ഷെ ഇതിന്റെ അത്ര അങ്ങോട്ട് ആയില്ല. ഇല്ല അതാവില്ല. ആക്കാം. ആക്കില്ല. ബാ എന്റെ പൊന്നു ബാ. ഐ മണി. പറഞ്ഞു കൊടുത്തേ. അയ്യോ ഇപ്പൊ നൂഡിൽസ് കയറി ഇരുന്നേനെ. ഫുഡ് കഴിക്കാൻ പോണേ. കളി തമാശ ഒന്നുമില്ല. അടുത്ത കാര്യത്തുള്ളൂ. ഫുഡ് കഴിച്ചിട്ട് അടുത്ത ചലഞ്ചസ് ഉണ്ട്. ഇല്ല 24 hours ചലഞ്ച് പറഞ്ഞ ചാവണവരും ചലഞ്ചാ ഗായ്സ്. അപ്പൊ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു അല്ലേ? സൂപ്പർ ഫുഡ്. ഇനി നമുക്ക് അടുത്ത ഐസ്ക്രീമിലോട്ട് പോവാം. നല്ല ചൂട് ചോക്കോബാറിനോ? അല്ല നല്ല ചൂട്. കറക്റ്റ് സമയമാണ് ചോക്കോബാർ കഴിക്കാൻ. അപ്പൊ ചീത്ത ചൂടുണ്ടോ? നല്ല ചൂടുണ്ടെങ്കിൽ ചീത്ത ചൂടുണ്ടോ? ക്വാളിറ്റി കൂടിപ്പോയോ? ഫസ്റ്റ് ഫുഡ് കഴിഞ്ഞു. ഇനി അടുത്ത ടാസ്ക് ഇത്. മറക്കരുത് കേട്ടാ. ഇനിയും വൈറ്റ് ഡ്രസ് ചലഞ്ച് ഇന്ന് ഫുള്ള് കണ്ടിന്യൂ ചെയ്യണാണ്. എനിക്കൊരു മാങ്ങ കുറച്ചാ വാങ്ങ കൊള്ളാം. ഉപ്പടെന്തിനാന് പോടാന്നു വേണം മാങ്ങ വേണ. ഞാൻ നോക്കില്ല. മര്യാദക്ക് തിന്നണം. അലമ്പ് കാണിക്കല്. അലമ്പ് കാണിച്ചു കഴിഞ്ഞാ ഞങ്ങളല്ല. എനിക്ക് മോളെ കറക്റ്റ്. തല നോക്കണ്. അങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ട കഴിഞ്ഞു. ഹാപ്പിയായി. എന്തായാലും ഇവന്റെ അത്ര അവസ്ഥ വന്നിട്ടില്ല. എന്റെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫാമിലി നിനക്ക് കുറച്ച് പറ്റിയിട്ടുണ്ട്. എന്തുവാ ഡീറ്റെയിൽ ആയിട്ട് കണ്ടോട്ടെ. എന്റെ എത്ര ഉള്ളൂ എടാ നിന്നെ കാട്ടിയൊക്കെ ഡീസന്റ് ഇടയാൻ. വെരി നീറ്റ് ഫെല്ലോ. നമുക്കിട്ടല്ലേ വെക്കണത്. ഐസ്ക്രീം ടാസ്ക് കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത ടാസ്ക് ഉണ്ട്. ഇതിങ്ങനെ ടാസ്ക് വന്നുകൊണ്ടേയിരിക്കും. അഴുക്കാവാനുള്ള എല്ലാ ടൈപ്പ് ടാസ്കുകൾ വന്നുകൊണ്ടേയിരിക്കും. തനിക്കൊരു അടുത്ത ടാസ്ക് ഞാൻ പറഞ്ഞുതരാം. അടുത്ത കാർ വാഷ്. യെസ്. മുടിയും ചാണ്ടോ കുളിക്കൂല. കാറിനായാലും കുളിപ്പിക്കാൻ അങ്ങനെ അവസാനം തീരുമാനം എടുത്തിരിക്കുകയാണ് സഹോദരൻ. ഇനി അടുത്ത ടാസ്ക് പറഞ്ഞാൽ അടുത്ത കാർ വാഷ് ടാസ്ക് ആണ്. കാർ വാഷ് കടയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാറ് വൃത്തിയാക്കി ക്ലീൻ ആക്കി സ്പാർക്ലി ആക്കി കൊടുക്കണം. സ്പാർക്ലിക്ക് നമ്മൾ ഓക്കേ ലെറ്റ്സ് ഗോ. What's up guys? നമ്മളിപ്പോ കാർ വാഷ് സെന്ററിൽ എത്തി നിൽക്കുകയാണ്. നമ്മൾ സൈഡിലാണ് നിൽക്കുന്നത്. എനിവേ നമ്മൾ ഈ കാർ പൊളിക്കാനല്ലടാ കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നു. കസ്റ്റമറിനെ ഹാപ്പി ആക്കുന്നു. അതാണ് അടുത്ത ചലഞ്ച്. മാറിക്കോട്ടെ. നീ സ്വിച്ച് ഇടാൻ വന്നതാണ് അവിടെ. പണിയെടുക്കണ വന്നിട്ട് സ്വിച്ച് ഇട്ട് കളിച്ചാൽ പോരാ. ഗായ്സ് അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് വെള്ളം നനച്ചു. ഇനിയിപ്പോ നമുക്ക് പതപ്പിക്കാം. ഗായ്സ് അപ്പോ ഇതിൽ നിന്നാണ് ആ സോപ്പും പത വരാൻ പോണത്. നമ്മുടെ കാറ് മിനിക്കാൻ പോണത് വെച്ചിട്ടാണ്. നമ്മുടെ കാറ് ക്ലീൻ ആക്കാൻ പോണത് ഇത് വെച്ചിട്ടാണ്. യെസ്
പാറൂന് അടിക്കണം പാറൂന്. അടുത്ത കേശുവിന്റെ ചാൻസ്. എന്നെ അടിച്ചേല് അത്രേ ഉള്ളൂ. ഇനി എന്തിനു കൊള്ളോടാ നീ? ഇത് വൈറ്റ് ഡ്രസ്, ഇത് വൈറ്റ് അല്ല, ഇത് വിജോർ റെയിൻബോ കളർ. റെയിൻബോ കളർ ഇതിലും ഭേദം ഈ സാധനം വെച്ചാൽ നിങ്ങൾ ഊരി തുടങ്ങണല്ലേ. ഞാൻ ചേർത്ത് കഷ്ടപ്പെടുന്നില്ലേ. ഇനി ഇത് വേറെ ചാലഞ്ചോ. അപ്പൊ ചിലപ്പോ ഞാൻ ഇതിനും കൂടി അടുക്കാവും. നമുക്ക് സ്വപ്നത്തിൽ വിചാരിക്കാം. ഇത് ചെളിയിട്ട് തന്നെ ഊരിത്തോടും. അവൾക്ക് സോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താന്ന് പറയണം. അവള് കുളിക്കത്തില്ലേ? അല്ല, അവള് പറഞ്ഞതിന് കാര്യമുണ്ട്. ക്യാഷ് കുളിക്കാറില്ല, ഭയങ്കര സ്മെല്ല്. ഇത് വെച്ചൊന്ന് കുളിക്കും. സാധനമാണ് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മൾ അളിയന്റെ സോറി, യെസ്, കഴിഞ്ഞു. ഇനിയില്ല. ഏത് സമയത്താണോ എന്തോ അരമുണ്ടാക്കി. ഒരാൾ ഫ്രണ്ട്, ഒരാൾ ബാക്ക്. മേലണെങ്കിൽ പണിയെടുക്ക്. പെർഫോമൻസ് പോരാ. ഞാൻ അടിക്കുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ ഒന്ന് തുടയ്ക്കണം. ഇത് പാടിലുള്ളത്. വീട്ടില് സ്വന്തംകാരുമായി കാണാൻ പറഞ്ഞ കഴിവാത്തവന്മാരാ ഇവിടെ നിന്ന് കാലം കഴിയണത്. ഒറ്റലിച്ചോക്കണേ. സാധനം ക്ലീൻ ആയിട്ടേ. അല്ലയാ, നാളെ മുതൽ ഇത്താ ഇവിടെ തന്നെ പണിക്ക് വന്നോ. 10 കാശെങ്കിലും കിട്ടും. എടാ, ഇനി ഇപ്പൊ ബാക്കി ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവം പരിപാടി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. സോപ്പ് ഇടൽ കഴിഞ്ഞു. ഇനി ഫൈനൽ തൊടാം. കുളിപ്പിക്കൽ കഴിഞ്ഞു. ഇനി തുടയ്ക്കണം. തല നിർത്തി ഇറങ്ങണം. തുടയ്ക്കണം ഇനി. അതെ, അപ്പൊ തുടച്ച് ക്ലീൻ ആക്ക്. ഞാനും വരുന്നുണ്ട്. അല്ല, ഞാനും വരുന്നുണ്ട്. അവള് പിഴയണണ്ട. ഒന്നും വരുന്നില്ല. ഈ പിഴി എങ്ങനെ പാറു? ഇപ്പൊ വന്നു വാശി ഇപ്പൊ പിഴിഞ്ഞ്. അങ്ങനെയല്ല പിഴയണ്ട. സോറിയടാ, ഞാൻ അറിഞ്ഞില്ല. എനിവേ, ക്ലീൻ അപ്പ്. തുടക്കി. ഞാൻ തുടക്കുന്നത്. രണ്ട് തുണിയാണ് ഒന്ന്. ഒരു തുണിയും കൂടി കാണണം, എന്നാലല്ലേ എനിക്ക് ക്ലീൻ ആക്കാൻ പറ്റൂ. തുണി. അപ്പൊ നീ കുറച്ച് റെസ്റ്റ് എടുക്ക്. സെറ്റ് അല്ലേ ഇത്? നോക്കിയാ തിളങ്ങല്ലേ? പിന്നെ തിളങ്ങല്ലേ, ചന്ദ്രനെ പോലെ തിളങ്ങുന്നു നിൻമുഖം. പാറു, ഇന്ന് മുഖത്ത് എന്തെങ്കിലും ഉണ്ടോ? നോക്കിയേ, മുഖത്ത് എന്തുവാ? എന്ത് ചെയ്തവള്? അവനെന്ത് ചെയ്ത്? ഇങ്ങനെ എന്ത് കളറാണ്? ബ്ലാക്ക്. ബ്ലാക്ക് നിന്റെ മേത്താക്കിയാടാ. ബ്ലാക്ക് നിന്റെ ഇത് കൂട്ടില്ലാട്ടാ. ഇത് കളകളയാ. അപ്പൊ ഇതൊക്കെ എന്തുവാ? കാറ് ക്ലീൻ ആയിരിക്കാണ്. നിങ്ങൾ റേറ്റ് ചെയ്യൂ ഇതിന്റെ ക്ലെൻലിനെസ്. അമ്മാടി സൂപ്പർ അല്ലേ? ജസ്റ്റ് ഒന്ന് ചുറ്റി കാണിച്ചു പ്രേക്ഷകർ കാണട്ടെ ഞങ്ങള് വൃത്തിയാക്കിയത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂൺ ഏറും. കളർഫുൾ ആയിട്ടുള്ള വെള്ളം നിറച്ചിട്ടുള്ള കുറച്ച് ബലൂൺസ് തരും. അതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറി. ആ ബലൂൺ തീരുമ്പോ ആരാണോ ഏറ്റവും കൂടുതൽ പെയിന്റ് മേത്തുള്ളത് അവര് തോൽക്കും. അപ്പൊ അടുത്ത നമ്മൾ വാട്ടർ ബലൂൺ ഫൈറ്റ്. ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോ ഫൈനൽ സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണ്. ഫൈനൽ സ്റ്റേജ് ആയിട്ട് പോലും നമ്മുടെ ഡ്രസ് ഒട്ടും ഒഴുക്കായിട്ടില്ല അല്ലേ? എന്റെ ഒന്നും അത്ര അഴുക്കായിട്ടില്ല, പക്ഷെ നിന്റെ കാര്യത്തില് ഇവിടെ അതെനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടാ. ഒന്ന് എടുത്തു വെച്ചോട്ടെ, അത് എനിക്ക് യൂട്യൂബിൽ ഇടുമ്പോ കാണണം. പിന്നെ ഒന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു തരൂ.
എന്തായാലും ഈ കാര്യത്തിൽ തീരുമാനമാണ്. ഇത് സാധാ വാട്ടർ ബലൂൺ അല്ല, ഇതിനകത്ത് ഫുള്ളും കളർ നിറച്ച വാട്ടർ ബലൂൺ. അപ്പൊ ഈ ഒരു ലാസ്റ്റത്തെ ചലഞ്ചോട് കൂടി നമ്മുടെ കാര്യം തീരുമാനവും നമ്മൾ വിന്നർ പ്രഖ്യാപിക്കുന്നതായിരിക്കും. നിന്റെ കാര്യത്തിന് തീരുമാനം ആവൂടാ. അപ്പൊ ഗായ്സ് ഇപ്പൊ ഓരോ ബലൂൺ വെച്ച് ഫസ്റ്റ് ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് കയ്യിൽ തീർന്ന അനുസരിച്ചിട്ട് വന്നിട്ട് ഇവിടുന്ന് എടുക്കാം. അത് പറ്റില്ല, ഓരോ ബലൂൺ വെച്ച് പറ്റത്തുള്ളൂ. അറ്റ് എ ടൈം ഓരോ ബലൂൺ. ഇല്ല അതാണ് നിന്റെ അടുത്ത്. അല്ല നീയും അപ്പൊ ഞാനും എല്ലാരും. ഓക്കെ ഗായ്സ്, അപ്പൊ ഇപ്പൊ തന്നെ എറിയുന്നില്ല. കൗണ്ട് ഡൗൺ വെച്ചിട്ട് എല്ലാരും കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിട്ട് ഇഷ്ടമുള്ള പോലത്തെ. ഇപ്പൊ ഇല്ല. എത്ര കൗണ്ട് ഡൗൺ വേണം? 10 seconds. ഓക്കെ റെഡി? 1 2. എടാ ഓടുന്നില്ലേ നീ അങ്ങോട്ടും? 3. നീ ഓടുന്നില്ലേ? 4 5 6 7 8. അയ്യോ അയ്യോ ദൈവമേ, അത് പൊട്ടില്ല. അടിപൊളി ഷോട്ട്. ഒന്നുമില്ല. ശരിയാ ശരിയാ. എന്തുവാണോ ഇത്? തക്കാളി ചട്ടിയാണോ ഇത്? എടാ ഇവിടെ എറിയണൊക്കെ പോയി തന്റെ അടിക്കണോടാ. ഹോളി എന്റെ ഡിസൈൻ ഉണ്ടോ? ഇവള് പഠിച്ച കളിയാ. ലാസ്റ്റ് ഇവള് നമുക്ക് രണ്ടുപേർക്ക് ഇട്ട് വെച്ച്. എനിക്ക് പിന്നെ കുഴപ്പമില്ലാത്തൊരു പ്രശ്നമല്ലല്ലോ. നനഞ്ഞിട്ടില്ല. ഗൈസ് കണ്ടല്ലോ ഞങ്ങള് ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ആര് ജയിച്ചു എന്ന് പറയണേ? നമ്മളാ. നമ്മളെന്ന് പറയുന്ന 3 പേരാ. എടാ ഒരാളെ പറയാനോടാ ഞാൻ ജയിക്കുന്നു വിചാരിച്ചത്. പക്ഷെ ഇവള് ലാസ്റ്റ് അങ്ങ് നമ്മൾ രണ്ടുപേരും പറ്റിച്ചു. എന്റെ ചെവി വന്നിട്ട് കേശവട്ടിനെ അറിയാം, അവന്റെ ചെവി പോയിട്ട് മുടിയൻ ചേട്ടനെ അറിയാം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നീ അറിഞ്ഞു. അതുകൊണ്ട് പാറുവാണ് ഇവിടുത്തെ വിന്നർ. അപ്പൊ നമ്മുടെ വിന്നർ വൈറ്റ് ഡ്രസ് ചലഞ്ച് ഇവിടെ വെച്ച് അവസാനിക്കുക. ഇനി അത് വൈറ്റ് എന്ന് വിളിച്ചാൽ വെല്ലോ വിളിച്ചാൻ പറയും. വെരി കളർഫുൾ. യു ബ്ലഡി ഫൂൾ. എങ്ങോട്ടാ ഓടുന്നത്? എടാ ഞാൻ ഈ ബക്കറ്റ് എടുത്തോണ്ട് നമുക്ക് പോവാൻ പോയതാ. ഇപ്പൊ എല്ലാം ഇങ്ങനെ പേടിച്ച് ഓടി എന്ത് ചെയ്യും? പറയണ്ടേ മോനെ.